ഹലോ, ഞാനെന്തേ ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു അടിപൊളി സിമ്പിൾ വെണ്ടയ്ക്ക മസാലയുടെ റെസിപ്പി ആയിട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ദേ ആദ്യം ചീഞ്ചട്ടി വെക്കുക, ഓയിൽ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, എന്നിട്ട് ആവശ്യത്തിന് സബോള ഇടുക. സബോള ഒന്ന് സോട്ടായി വന്നതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ഇടാൻ മറക്കല്ലേ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. മസാല എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതെല്ലാം കൂടി ഇട്ടിട്ട് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിനൊന്നും കണക്കില്ല കേട്ടോ, ഞാൻ പറയാറുള്ള പോലെ തന്നെ എല്ലാം നിങ്ങളുടെ കണക്ക്, നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളുടെ അളവ് വെച്ചിട്ടുള്ള കണക്ക്. അങ്ങനെ അതിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇടുക. വെണ്ടയ്ക്ക അരിഞ്ഞേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളത്തിൽ ഫുള്ളായിട്ടുള്ള വെണ്ടയ്ക്കനെ 4ആയിട്ട് പൊളിച്ചിട്ട് പിന്നെ പയറിൻ്റെ വലുപ്പത്തിൽ, പയർ അരിഞ്ഞെടുക്കുന്ന വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഉപ്പിടാൻ മറക്കരുത്, ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു, പിന്നെയാണ് ഞാൻ ഇട്ടേ. അപ്പോൾ നിങ്ങൾ മറക്കരുത്. ഉപ്പൊക്കെ കറക്റ്റ് ടൈമിൽ ഇട്ടിട്ട് നല്ലോണം തട്ടിപ്പൊത്തി വെച്ച് ആവി കയറാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആവി നല്ലോണം ഫില്ലായി എന്ന് തോന്നുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിക്കുക. അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്നാവും. വെണ്ടയ്ക്ക് ഒരുപാട് വെന്ത് പോകാൻ വേണ്ട. ആ വഴുവഴുപ്പ്, അങ്ങനെ ഒരുപാട് വഴുവഴുപ്പ് ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റും കിട്ടും നമുക്ക്. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം.